ഫെൻറ്റിഫോൾഡ് അല്ലെങ്കിൽ ഫെൻഫോൾഡ് എന്താണെന്നറിയാമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഏതെങ്കിലും ആൾക്കാർ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അതായത് ഒരുമാതിരി വാഴയുടെ കൂമ്പൊടിഞ്ഞ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, തലകുത്തി കൈയെല്ലാം താത്തി. അവർ ചുമ്മാ നിൽക്കുമല്ല, അവർ റിലാക്സ് ചെയ്യുകയല്ല, അവർ ആക്ച്വലി ഒന്നെങ്കിൽ അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതിന് കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഫെന്റിനൈൽ എന്നാന്ന് മനസ്സിലാക്കണം. ഈ ഫെന്റിനൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പിയോയിഡാണ്, മലയാളത്തിൽ പറഞ്ഞ ഒരു വേദന സംഹാരി. അതുപോലത്തെ പലതുണ്ട്. ഇപ്പോൾ മോർഫിൻ ഒരു ഓപ്പിയോയിഡല്ല, അതുപോലെ തന്നെ വേറൊരു ഓപ്പിയോയിഡാണ് ഫെന്റിനൈൽ. പക്ഷേ ഈ ഫെന്റിനൈൽ എന്ന് പറഞ്ഞ ഓപ്പിയോയിഡ് അല്ലെങ്കിൽ ഈ മരുന്ന് മോർഫിനേക്കാളും 50 മുതൽ 100% ഇരട്ടി പവറുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ട് രീതി ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് സാധാരണ മരുന്നായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് മയക്കമരുന്നായിട്ട് ഉപയോഗിക്കാം. മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ ക്യാൻസറൊക്കെ വരുമ്പം അതിവേദന വരുമ്പം ഇത് കൊടുക്കാറുണ്ട്, ആ പെയിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനും ആ മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് മയക്കമരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് മിക്കപ്പോഴും ഓവർഡോസ് ആകാറുണ്ട്. അതിന് കാരണം ഇപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ ഒരു മരുന്നായിട്ട് കൊടുക്കുമ്പം അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഡോസ് ഉണ്ട്, കഴിക്കാൻ സമയമുണ്ട്. പക്ഷേ ഇത് മയക്കമരുന്നായിട്ട് കഴിക്കുമ്പം ആ ഒരു എക്സ്ട്രസിക്ക് വേണ്ടി, ആ ഒരു സുഖത്തിന് വേണ്ടി ഇവരിത് കൂടുതലെടുക്കും. അപ്പം മെയിനായിട്ട് 4 കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു വേദന സംഹാരിയാണ്, അതൊരു ഓപ്പോയിഡാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഇത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പം നമ്മൾ ഡ്രൗസി ആവും. ഓക്കെ, അപ്പം നമ്മുടെ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഫുൾ ബോഡി കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുക. ഇനി രണ്ടാമത്, ഇതൊരു മസിൽ റിലാക്സിൻ്റെ കൂടിയാണ്. അപ്പം ഇത് ഓവർഡോസ് ആയിട്ടെടുക്കുമ്പോൾ മസിൽ റിലാക്സ് ആയി നമുക്ക് മസിലിൻ്റെ കൺട്രോൾ പോകും, അതായത് പോസ്റ്റർ പോകും. അതാണ് ഈ കുനിഞ്ഞു പോകുന്നത്. ഇനി മൂന്നാമതായിട്ട്, നമ്മൾ ഈ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസും അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കും, അതായത് ബോധം വരും പോയിക്കൊണ്ടിരിക്കും, വരും പോകും, ആ ഒരു രീതിയിലാണ്. ഇനി നാലാമത് ബ്രീത്തിങ് പ്രോബ്ലം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു മസിൽ റിലാക്സിൻ്റെ കൂടിയാണ്. പിന്നെ ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ആയി നമുക്ക് ആ ഒരു കോർഡിനേഷൻ ഇല്ല, അപ്പം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഈ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇവർ പാസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുക, കാരണം ഇവർക്ക് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ട്. ഇതിന് വേറൊരു പേരും കൂടെ പറയും, സോംബി പോസ്. കാരണം ഒരു സോംബി നിൽക്കുന്ന ആളാണല്ലോ ഇവർ നിൽക്കുന്നത്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇത് കൂടുതലും കാണാം. നിങ്ങൾ ഈ മെയിൻ സിറ്റിയിലോട്ടൊക്കെ ഇപ്പം ചെറിയ ആലിയിലൊക്കെ നോക്കിയാൽ കാണാം ആൾക്കാർ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത്. ഭാഗ്യത്തിന് ഇന്ത്യയിൽ അത്രയും സുലഭമല്ല, നമ്മുടെ പ്രദേശത്തോട്ടൊന്നും ഇത് വന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ വരുമ്പം നിങ്ങൾക്ക് കാണാം ഓരോ മുക്കിലും മൂലയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത്. എനിവേ, ഞാനിതൊരു തമാശയായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ ഫെൻറ്റിഫോൾ എന്നാന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് വായിച്ചപ്പോൾ തന്നാൽ പിന്നെ വൈ ഡോണ്ട് ഐ മേക്ക് എ വീഡിയോ ഓഫ് ഇറ്റ്. ഓൾറൈറ്റ്.